ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ മിക്സഡ് ജാറിലിട്ട് നമ്മുടെ പനീറും തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുത്താലോ. പനീർ ബട്ടർ മസാലയ്ക്ക് തോറ്റുപോകുന്ന ഒരു പനീർ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പം വായിട്ടടിക്കാതെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയൊരു പനീറിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട്. ഇനി അതിലേക്ക് അത്യാവശ്യം വലിയൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല പഴുത്ത നോക്കി എടുക്കണേ. അത് ഞാൻ മേൽഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. നമുക്കിത് അരച്ചെടുക്കാനല്ലേ. അപ്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഒരു 4-5 എടുത്തോളൂ. ഇനി അതിനുശേഷം നമുക്ക് വലിയ ജീരകം, ഒരു ടീസ്പൂണോളം വലിയ ജീരകം, പിന്നെ ഒരു ചീസിന്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മതി. ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണേ. ഇനി അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേർക്കണം കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. ഇനി നന്നായിട്ട് അങ്ങ് മിക്സാക്കി ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത പനീറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സാക്കി പനീറൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ദാണ്ടെ പനീറൊക്കെ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടന്നോട്ടെ. കുറച്ച് സമയം ഒന്ന് കിടന്ന് ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഒന്നും കൂടെ ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ദാണ്ടെ പനീറൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാൻ മൊത്തം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ച് സവാള അരിഞ്ഞത്, അത് ഒരു സവാള ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം ഈ ഒരു റെസിപ്പിക്ക് ഈ സവാള ഇങ്ങനെ കുനുകുനാന്ന് തന്നെ അരിയണം കേട്ടോ, അത് നിർബന്ധമാണ്. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് മിക്സാക്കി സവാളയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കുനുകുനാന്ന് അരിഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ദാണ്ടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് പൊടികൾ മാത്രം മതി, ഒരുപാട് പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ സവാള ഒന്നായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ദാണ്ടെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, തക്കാളിയും പനീറൊക്കെ ഇട്ട്, അപ്പോൾ അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. ഈ കറി കുറച്ച് തിക്കായിട്ട് ഇരുന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനൊരു 3/4 കപ്പോളം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഇപ്പം കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് നമുക്ക് തോന്നും, പക്ഷെ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും തിക്കായി മാറും കേട്ടോ. നമ്മളിതിലേക്ക് നമ്മുടെ ചീസ് സ്ലൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് തിക്കാവും കേട്ടോ. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ കസൂരി മേത്തി ചേർക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പനീർ ഉണ്ടല്ലോ, ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പനീർ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് രണ്ട് തിള വരുമ്പോഴേക്കും ഈ കറി ഒന്ന് കുറുകി ഒന്ന് വറ്റാൻ തുടങ്ങും. നല്ലൊരു ഒരു ടെക്സ്ചറിൽ എത്താൻ തുടങ്ങും കേട്ടോ. അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് വരും. അപ്പൊ ഒന്ന് തിളച്ച് ഒന്ന് തിളക്കട്ടെ അവിടെ കിടന്ന്. അപ്പൊ ദാണ്ട തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ആ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കുന്ന കണ്ടോ? ഇപ്പൊ ദാണ്ട കറി നോക്കിയേ നന്നായിട്ട് കുറുകി വന്നില്ലേ? അപ്പൊ ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് ഫൈനലി ചേർത്ത് കൊടുക്കുന്നതാണ് ഈ ബട്ടർ. അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കേ ആ ബട്ടറിന്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഈ കറി കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ. അവസാനം കുറച്ച് ബട്ടർ. അപ്പോഴേക്കും ഇനി ഒന്ന് മിക്സ് ആക്കി ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറിയാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ചപ്പാത്തിൻ്റെ കൂടെയോ പിന്നെ നാനിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനൊരു അല്പം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറിയാണ്. വേണമെങ്കിൽ നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ അനിയനോ ചേട്ടനോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ടേസ്റ്റ് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. പക്ഷെ കാണാൻ ലുക്കൊക്കെ ഏകദേശം അതുപോലെയാണ് ഉള്ളത്. അപ്പോൾ ദാണ്ട നല്ല ക്രീമി ആയിട്ടുള്ളൊരു പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്ക് സഹിതം എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരെല്ലാം പോയി ഓടിപ്പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഞാനിന്നിത് സെർവ് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തീൻ്റെ കൂടെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതിലേക്കും ബൈ.